ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആതിര അർച്ചന. ഞാൻ മേഘ. ഇന്നത്തെ പ്രത്യേകത എന്താണ്? അതെ, ഇന്നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. എല്ലാ വർഷവും മാർച്ച് 8-ാം തീയതി വനിതാ ദിനം എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കാറുണ്ട് അല്ലേ? ഇപ്രാവശ്യത്തെ വനിതാ ദിനത്തിന്റെ തീം എന്താണെന്നറിയോ? ഫോർ ഓൾ ഗേൾസ് ആൻഡ് വിമൻ, റൈറ്റ്സ്, ഇക്വാലിറ്റി ആൻഡ് എംപവർമെന്റ്. ശരിക്കും എന്താണ് ഈ എംപവർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ മിസ് എംപവർമെന്റ്? നമുക്ക് എന്താണ്, വനിതകളെ മറ്റ് ആളുകളിൽ നിന്ന് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് നമ്മളവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. അതിന്റെ പ്രധാനം എന്ന് പറയുന്നത് വനിതകളെ പൊതുരംഗത്തേക്കും അതുപോലെ തന്നെ തൊഴിൽ മേഖലയ്ക്കും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ എംപവർമെന്റ് കൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ലിറ്ററസി റേറ്റിൽ ഏറ്റവും ഹയസ്റ്റ് ആണ്. വനിതകൾ PG പോലെയുള്ള കോഴ്സുകൾ അടക്കം ഏറ്റവും കൂടുതൽ കഴിഞ്ഞു വരുന്നത് സ്ത്രീകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ തൊഴിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ തൊഴിൽ ശതമാനത്തിൽ വർക്ക് ഫോഴ്സിലെ സ്ത്രീകളുടെ പങ്കാളിത്തം ഭയങ്കര കുറവാണ് അല്ലെ? അപ്പൊ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നത്? പല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സോഷ്യൽ നോംസ്, കസ്റ്റംസ്, മാരേജ്, കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയെ സംബന്ധിച്ച് വലിയൊരു ഗ്യാപ്പ് വരും. കാരണം ആ കുട്ടിക്ക് ഒരു 4 വയസ്സ് 5 വയസ്സ് ആവുന്നത് വരെ ഒരു വലിയൊരു ഗ്യാപ്പ് വരികയാണ്. വീടിനുള്ള ഒരു 4 ചുവടിൽ ഒതുങ്ങി നിൽക്കുന്ന സ്ത്രീ സ്വപ്നങ്ങളാണ് ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. പക്ഷെ അതിനൊക്കെ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. വരും വർഷങ്ങളിൽ അത് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്താ ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും വേണം. നമുക്ക് ഫാമിലി വേണം, അതുപോലെ തന്നെ നമ്മളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം, തീർച്ചയായിട്ടും വേണം. പക്ഷെ ഇതിനെല്ലാം ചെയ്യുന്നതിന്റെ കടമകളൊക്കെ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ കുറിച്ച് തന്നെ. നമുക്ക് എന്താണ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും സ്ത്രീകൾ അത് ഒരു സ്വയം സന്തോഷിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വന്തം എയിം അച്ചീവ് ചെയ്യാനോ സ്ത്രീകൾ പലപ്പോഴും ഒരു പുറകോട്ട് ആണ്. കാരണം അവരൊരു ഫാമിലി സിസ്റ്റത്തിന്റെ സപ്പോർട്ടിലാണ്, അല്ലെങ്കിൽ ഫാമിലിയാണ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു ഇതെന്താന്ന്, ഒരു വിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സ്ത്രീയാണെങ്കിലും ഏത് സ്ത്രീയും സ്വന്തം കാലിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാനായിട്ട് സാധിക്കണം. അതിനെന്ത് വേണം? നിങ്ങൾ നേടിയ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലിയിൽ പ്രവേശിക്കാനായി സാധിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മനസ്സിന് എന്ത് കിട്ടുന്നത്? ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പൊ എത്രത്തോളം നമുക്ക് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുമോ ആ സമയം തീർച്ചയായിട്ടും കണ്ടെത്തണം. ഒരുപാട് തിരക്കുകളുണ്ട്. കുട്ടികളെ നോക്കണം, വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യണം, വീട്ടിലത്തെ പണികൾ എടുക്കണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ വീട്ടിലത്തെ പണികൾ എന്ന് പറയുന്നത് നമ്മൾ മരിക്കുന്നത് വരെ ഉണ്ടാവും അല്ലെ? എല്ലാ ദിവസവും വീട്ടിലത്തെ പണികൾ ഉണ്ടായിരിക്കും. ഇത് അവസാനിക്കുന്ന ഒരു ദിവസം ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ വലുതായിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠിക്കാം, ഞാൻ ജോലിക്ക് പോവാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു പെർഫെക്റ്റ് ഡേ എന്ന് പറയുന്നത് ഇല്ല. സോ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇന്നാണ് ശരിയായ സമയം. ഈ സമയത്ത് നിങ്ങൾ എടുക്കേണ്ട തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഏറ്റവും നല്ല ജോലിയിൽ തന്നെ പ്രവേശിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. CC കൂടെ ഉണ്ട്. നമ്മളുടെ കോപ്പറേറ്റീവ് ബാങ്ക് ബാച്ചസ് നിങ്ങൾക്കായിട്ട്, വനിതകൾക്കായിട്ട് ഓഫറോട് കൂടി അവൈലബിൾ ആണ്. വനിതാ ദിനത്തോടനുബന്ധിച്ച് 3 ദിവസത്തിനുള്ളിൽ ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതരം ഓഫേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രൈം ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ, അതായത് വനിതകളെ കൂടുതലായിട്ട് ഈ ഒരു മുൻനിരയിലേക്കും ജോലിയിലേക്കും തൊഴിൽ മേഖലയിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും CCയുടെ വനിതാ ദിനാശംസകൾ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ കോപ്പറേറ്റീവ് മേഖലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി നേടാൻ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബാങ്കിൽ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം. സോ എത്രയും വേഗം തന്നെ CCയുടെ ഈ ഒരു ഓഫർ നിങ്ങൾക്കുള്ളതാണ്. മാക്സിമം വേഗത്തിൽ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അടുത്ത വനിതാ ദിനമാകുമ്പോഴേക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ട ബാങ്കിൽ തന്നെ ജോലിക്ക് കയറുക. താങ്ക് യു.